ഹായ് എവ്രി വൺ. പ്രീവിയസ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചിട്ടായിരുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബോൺഡ്സ് ഇങ്ങനെയുള്ളതായിരിക്കും ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ മീനിങ് നോക്കി, ഫീച്ചേഴ്സ് നോക്കി, ഫങ്ഷൻസ് നോക്കി, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഒന്നാമത്തത്, it is only with the help of capital market long-term funds are raised by the business community. നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റൽ മാർക്കറ്റ് വേണം. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട്സ് ബിസിനസ് ഓർഗനൈസേഷൻസ് റേസ് ചെയ്യുന്നത്. നമ്മുടെ മണി മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള മെച്യൂരിറ്റി പീരീഡ് കൂടുതലായിട്ടുള്ള ലോങ് എമൗണ്ട് ആയിട്ടുള്ള ഫണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ അപ്രോച്ച് ചെയ്യണം? ക്യാപിറ്റൽ മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഫണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ബിസിനസ് ഓർഗനൈസേഷൻസും കമ്മ്യൂണിറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നത്? ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ പബ്ലിക് ടു ഇൻവെസ്റ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പബ്ലിക്കിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പബ്ലിക്കിൽ ഒരുപാട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും? ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. അപ്പോൾ റിട്ടേൺ കിട്ടും, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ എമൗണ്ടും കിട്ടും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് അവർക്ക് നല്ല രീതിയിൽ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഇൻവെസ്റ്റിംഗ് പബ്ലിക്. അതുതന്നെയാണ് പബ്ലിക്കിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സപ്പോസ് ബാങ്കിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹൈ റിട്ടേൺ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ റിസ്ക്കും കൂടുതലാണ്, പക്ഷേ ഹൈ റിട്ടേൺ നമുക്ക് കിട്ടും. നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് എനേബിൾസ് എ കൺട്രി ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത്. കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എനേബിൾ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് ആർക്കാണോ ആവശ്യമായിട്ടുള്ളത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ്, പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിൽ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പല പല ഓപ്പർച്യൂണിറ്റീസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് എനേബിൾസ് ദ പബ്ലിക് ടു ടേക്ക് നെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. പബ്ലിക്കിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് എത്ര റിട്ടേൺ ആണ് കിട്ടുന്നത്, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് റിസ്ക് കുറവ്, റിസ്ക് കൂടുതൽ, റിട്ടേൺ കുറവ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറിച്ചിട്ട് ഒരു ഡിസിഷൻസ് എടുക്കാൻ പബ്ലിക്കിന് ഹെൽപ്പ് ചെയ്യും ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി. നമുക്കിപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷെയറിന് കമ്പനിയുടെ ഓണർഷിപ്പ് പ്ലസ് അതിൽ നിന്നുള്ള റിട്ടേൺ കാര്യങ്ങളൊക്കെ കിട്ടും. ഡിബഞ്ചറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? കമ്പനിയുടെ ഓണർഷിപ്പ് കിട്ടില്ല, അതിന് പകരം നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉണ്ട്, അതിൽ ഏത് അവന്യൂസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ പബ്ലിക്കിന് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്
ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്നാമത്തത് പ്രൈമറി മാർക്കറ്റ് എന്നും രണ്ടാമത്തത് സെക്കൻഡറി മാർക്കറ്റ് എന്നും. ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. ഫസ്റ്റ് വൺ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡ് വൺ സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, primary market is the market for new shares or securities. A primary market is one in which a company issues new securities in exchange for cash from an investor. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനി ന്യൂ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂ സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ന്യൂ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസോ മാർക്കറ്റ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അപ്പോൾ സപ്പോസ് ഒരു കമ്പനി പുതിയതായിട്ട് തുടങ്ങി, ആ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കമ്പനി എന്താ ചെയ്യുന്നത്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഏത് മാർക്കറ്റിലാണ് സെയിൽ ചെയ്യുന്നത്, പ്രൈമറി മാർക്കറ്റിലാണ് നമ്മൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പ്രൈമറി മാർക്കറ്റിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈമറി മാർക്കറ്റിലായിരിക്കും പബ്ലിക്കിന് ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന് ശേഷമായിരിക്കും നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്കൻഡറി മാർക്കറ്റിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി പുതുതായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് ഫസ്റ്റ് തന്നെ ഏത് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യണം, പ്രൈമറി മാർക്കറ്റിലാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂ ആയിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിൽ വരുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങൾ. എ സെക്കൻഡറി മാർക്കറ്റ് റെഫേഴ്സ് ടു എ മാർക്കറ്റ് where securities are traded after being initially offered to the public in the primary market and or listed on the stock exchange. സെക്കൻഡറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യില്ല, പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ പിന്നീട് ട്രേഡ് ചെയ്യില്ല. പിന്നീട് നമ്മൾ ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്, സെക്കൻഡറി മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡറി ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് മാർക്കറ്റിലാണ് സെയിൽ ചെയ്യുന്നത്, സെക്കൻഡറി മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നമ്മുടെ ഷെയർസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ നെയിം നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. നമ്മുടെ ഷെയറിൻ്റെ നെയിം നമ്മൾ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് മാർക്കറ്റ് ചെയ്യുന്ന, ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. The majority of the trading is done in the secondary market. നമ്മൾ മെജോറിറ്റി ഓഫ് ദ ട്രേഡും നടക്കുന്നത് ഏത് മാർക്കറ്റിലാണ്, സെക്കൻഡറി മാർക്കറ്റിലാണ്. കാരണം ഫസ്റ്റ് ടൈം ആയിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും. അതിനുശേഷം പിന്നീടുള്ള എല്ലാ ട്രേഡും നടക്കുന്നത് ഏത് മാർക്കറ്റിലാണ്, സെക്കൻഡറി മാർക്കറ്റിലാണ്. അതുകൊണ്ട് തന്നെ ട്രേഡിലെ മെജോറിറ്റി പാർട്ടും ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്, സെക്കൻഡറി മാർക്കറ്റിലാണ് ട്രേഡ് നടക്കുന്നത്. ദ സെക്കൻഡറി മാർക്കറ്റ് കംപ്രൈസസ് ഓഫ് ഇക്വിറ്റി മാർക്കറ്റ്സ് ആൻഡ് ഡെപ്റ്റ് മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് തന്നെ ഡെപ്റ്റ് മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റ് ഉണ്ട്. ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ്, കമ്പനിയുടെ ഷെയർസിൻ്റെ മാർക്കറ്റാണ് ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഓണർഷിപ്പ് കൊടുത്തുകൊണ്ടുള്ള അങ്ങനത്തെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഇക്വിറ്റി മാർക്കറ്റ്. ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ, ബോണ്ട് അങ്ങനെയുള്ള ട്രേഡ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഡെപ്റ്റ് മാർക്കറ്റ്. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഡെപ്റ്റ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ന്യൂ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന
സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റിൽ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആയിരിക്കും എവിടെ ട്രേഡ് ചെയ്യുന്നത്, സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച്, അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളായിരിക്കാം സെക്കൻഡറി മാർക്കറ്റിൽ. ഇനി സെക്കൻഡറി മാർക്കറ്റ് തന്നെ ഇക്വിറ്റി മാർക്കറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഡെപ്റ്റ് മാർക്കറ്റും ഉണ്ട്. ദെൻ സെക്കൻഡറി മാർക്കറ്റിന് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ടായിരിക്കും, ഫിസിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയാസിലുള്ള ഷെയർസൊക്കെ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയാസിലുള്ള ഷെയർസൊക്കെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിന് നമ്മൾ പറഞ്ഞു കുറേ ഇമ്പോർട്ടൻസും ഫങ്ഷൻസും അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയേ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ റിട്ടേൺ കൂടുതലാണ്, പിന്നെ നമുക്ക് റിസ്ക് കൂടുതലാണ് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് അതിന് ചില ഡിഫക്ട്സുകളുണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിന്. എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡിഫക്ട്സ് എന്ന് നോക്കാം. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് നോക്കാനുണ്ട്, അത് നമുക്ക് കുറച്ച് കൂടുതലുണ്ട്. ആ ഒരു പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ നോക്കുന്നത് ഡിഫക്ട്സ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഡിഫക്ട്സ്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത്തത് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഇസ് എ ഡ്രോബാക്ക് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഡ്രോബാക്കാണ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ദ ഇൻവെസ്റ്റർ ഡസ് നോട്ട് നോ ദ ആക്ച്വൽ റേറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻവെസ്റ്റേഴ്സിന് അറിയാത്ത കേസ്. ഇൻവെസ്റ്റേഴ്സിന് അറിയണമെന്നില്ല, ഇൻവെസ്റ്റേഴ്സിന് അറിയുന്നുണ്ടായിരിക്കില്ല. ആ ട്രാൻസാക്ഷൻ നടത്തിയതിന് ശേഷമായിരിക്കും അവർ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അതിനെക്കുറിച്ചിട്ടൊരു അവെയർനെസ് ഉണ്ടായിരിക്കില്ല. ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് എത്രയാണ് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻവെസ്റ്ററിന് അറിയണമെന്നില്ല. കാരണം ഒരു ബ്രോക്കർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് നടക്കുന്നത്. ഇൻവെസ്റ്ററും മറ്റേ സെല്ലറും തമ്മിൽ ഒരു ബന്ധമില്ല, അതിനിടയിൽ ഒരു ബ്രോക്കർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ബയ്യറും സെല്ലറും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബ്രോക്കർ ആയിരിക്കും. ദ ഇൻവെസ്റ്റർ ഷുഡ് ബി ഇൻഫോംഡ് അബൌട്ട് ദ റേറ്റ് ആൻഡ് ബ്രോക്കറേജ് ബൈ നോട്ടിങ് ദം ഓൺ ദ കോൺട്രാക്റ്റ്. ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ഇൻവെസ്റ്ററിന് ആ ഒരു ട്രാൻസാക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു അവെയർനെസ് ഉണ്ടായിരിക്കുള്ളൂ. അതുവരെ അയാൾക്ക് അതിന് എത്ര റേറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബ്രോക്കർ എന്താണോ പറയുന്നത് അതിനുള്ള റേറ്റ് ആയിരിക്കും അയാൾ കൊടുക്കുന്നത്. അതാണ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. നെക്സ്റ്റ് ഇൻസൈഡർ ട്രേഡിങ് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഹിബിറ്റഡ് ആണ്. ഇൻസൈഡർ ട്രേഡിങ് അലൗഡ് അല്ല. ഇൻസൈഡർ ട്രേഡിംഗ് മീൻസ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ person who possess price sensitive information about the company on account of their fiduciary capacity. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരു പേഴ്സണെ കൊണ്ട് നിർബന്ധിച്ചിട്ട് വാങ്ങിക്കുക. ആ ഒരു കമ്പനീനെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അതായത് കമ്പനിയിൽ ആ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാളെ വിശ്വസിപ്പിക്കുക. ഇത്രയും കമ്പനിക്ക് ഇത്ര ടേൺ ഓവർ ഉണ്ട്, കമ്പനി ഹൈ പ്രോഫിറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, കമ്പനിയുടെ ഷെയർ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ നല്ല റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അയാളെ അതിന്
ഇതാക്കുക, അതൊരു വാങ്ങാൻ പ്രേരിപ്പിക്കുക. അതായത് പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞിട്ട്, തെറ്റായിട്ടുള്ള കമ്പനീനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ട് ആ കമ്പനിയിലെ ഷെയർ പർച്ചേസ് ചെയ്യിക്കുക. അതാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ട്രേഡ് നടത്തുന്നതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. Information about the declaration of high rate of dividend, issue of bonus shares, right shares, അതായത് ഓരോ ഷെയർസിൻ്റെ ഡിവിഡൻഡ് ഇത്ര കിട്ടും, ബോണസ് ഷെയർസ് കിട്ടുന്നുണ്ട്, റൈറ്റ് ഷെയർസ് ഉണ്ട് എന്നുള്ള ഓരോ ഇതായിട്ടുള്ള ശരിയല്ലാത്ത ഇൻഫോർമേഷൻസ് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് ഷെയർ വാങ്ങിക്കുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്, പ്രൊഹിബിറ്റഡ് ആണ്. ഇത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ്. നെക്സ്റ്റ്, അൺഒഫീഷ്യൽ ട്രാൻസാക്ഷൻസ്. അൺഒഫീഷ്യൽ മാർക്കറ്റ് എക്സിസ്റ്റ് അലോങ് വിത്ത് ദ റെഗുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. റെഗുലറായിട്ട് നടത്തുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ കൂടെ എന്തും കൂടെ നടക്കുന്നുണ്ട്, അവിടെ അൺഒഫീഷ്യൽ മാർക്കറ്റും കൂടി നിലനിൽക്കുന്നുണ്ട്. Trading take place in these unofficial stock exchange after trading hours of the regular stock exchanges. ഒഫീഷ്യൽ അല്ലാത്ത അൺഒഫീഷ്യൽ, അതായത് സെബീൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുവഴി അല്ലാത്ത ട്രാൻസാക്ഷൻ നടത്തുക, അൺഒഫീഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നതാണ് അൺഒഫീഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. Unofficial buying and selling transactions are entered into these unofficial stock exchange, curb trading and daba trading even before an issue opens up for subscription. അതായത് പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷൻ, അതായത് ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് മുതൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ എന്ത് നടത്തിയിട്ടുണ്ടായിരിക്കും, അൺഒഫീഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരിക്കും. അതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, റെഗുലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ അൺഒഫീഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പനിയുടെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഷെയർസ് മുന്നേ വാങ്ങി വെക്കുക, കമ്പനി തന്നെ വാങ്ങി വെക്കുക, അങ്ങനെയുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പേ. അപ്പോൾ അതും എന്താണ്, നമ്മുടെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഡിഫക്ട്സ് ആണ്. നെക്സ്റ്റ്, ഹൈ വോളറ്റിലിറ്റി. ഹൈ വോളറ്റിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഹൈ വോളറ്റിലിറ്റി ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഇയേഴ്സിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈ വോളറ്റിലിറ്റിയാണ് കാണിക്കുന്നത്. ദ സ്റ്റോക്ക് പ്രൈസസ് ഫ്ലക്ച്വേറ്റ് ഫ്രം ഹവർ ടു ഹവർ. ഓരോ മണിക്കൂർ കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ മിനിറ്റ് കൂടുന്തോറും നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് എന്താ ചെയ്യുന്നത്, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാതെ, അല്ലെങ്കിൽ ഹൈ ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ലോ ആയിട്ട് നിൽക്കാതെ, ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യുന്നത്, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് പ്രൈസ്. ഹൈ വോളറ്റിലിറ്റി ഈസ് നോട്ട് കണ്ടക്റ്റീവ് ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് ഹൈ വോളറ്റിലിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം അതിൻ്റെ ഓരോ മിനിറ്റിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസ്ക് നമുക്ക് എന്ത് ചെയ്യും, കൂടും. മാക്സിമം റിസ്ക് നമുക്ക് കൂടും. നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ 10 രൂപയാണ് ഒരു പ്രൈസിന് ഉണ്ടായിരുന്നത് ഒരു മണിക്കൂറിൽ. രണ്ടാമത്തെ മണിക്കൂറിൽ ആ പ്രൈസിന് 20 രൂപയായി. മൂന്നാമത്തെ മണിക്കൂറിന് വീണ്ടും 5 രൂപയായി. അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സ്ഥിരത കിട്ടുന്നില്ല. അത് ഒരു ഹൈ വോളറ്റിലിറ്റി, ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ്, പുവർ ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡിറ്റി കുറവാണ്, പുവറായിട്ടുള്ള ലിക്വിഡിറ്റിയാണുള്ളത്. നമുക്ക് എത്രയും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈസി ആയിട്ട് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് മണി മാർക്കറ്റ് അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഹൈ ലിക്വിഡിറ്റിയാണ്. നമുക്ക് എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയും. The main objective of listing shares in stock exchange is to provide liquidity. ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഇൻ ഇന്ത്യ, ഔട്ട് ഓഫ് ഓവർ 6,400 companies which are listed, 90% of trading is restricted to only 200 to 250 actively traded scrip.
അതായത് ലിക്വിഡിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ക്യാഷിലോട്ട് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. പുവർ ആയിട്ടുള്ള ലിക്വിഡിറ്റിയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലുള്ളത്. പക്ഷേ മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൈ ലിക്വിഡിറ്റി ആണുള്ളത്, നമുക്ക് ഈസി ആയിട്ട് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ ലിക്വിഡിറ്റി ഇതാണെങ്കിലും നമുക്ക് ഹൈ വോളറ്റിലിറ്റി ആണുള്ളത്. പുവർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ആണ്, പക്ഷേ ഹൈ വോളറ്റിലിറ്റി ആണുള്ളത്. ഹൈ വോളറ്റിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടേണും, ഹൈ റിസ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് റിസ്ക് എത്രത്തോളം ഏറ്റെടുക്കാൻ തയ്യാറാണോ അതിനനുസരിച്ച് നമ്മുടെ റിട്ടേൺ എന്ത് ചെയ്യും, കൂടും. നെക്സ്റ്റ്, കോമ്പറ്റീഷൻ ഓഫ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ്. The increasing number of merchant bankers in the stock market has led to unhealthy competition in the stock market. ഓരോ ദിവസം കൂടുന്തോറും സ്റ്റോക്ക് മാർക്കറ്റിലെ മെർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ നമ്പർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് തമ്മിൽ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് തമ്മിൽ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. The merchant bankers help the unscrupulous promoters to raise fund for non-existent projects. ഈ ഒരു മെർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്ത് ചെയ്യും, ആവശ്യമില്ലാത്ത, അതായത് നമുക്ക് ആവശ്യക്കാരൻ്റെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, ഫണ്ടിന് ആവശ്യമുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കാതെ എന്ത് ചെയ്യുക, കിട്ടുന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു മെർച്ചൻറ്റ് ബാങ്കേഴ്സ് വഴി ആർക്കാണോ ഫണ്ട്, നോൺ എക്സിസ്റ്റൻറ്റ് പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഈ കിട്ടുന്ന ആൾക്കാർക്ക് തന്നെ വീണ്ടും വീണ്ടും അവർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ബാക്കിയുള്ള ആവശ്യക്കാരെന്ത് ചെയ്യും, അവർക്ക് ഫണ്ട് കിട്ടാത്തൊരവസ്ഥ വരും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ, മെർച്ചൻറ്റ് ബാങ്കേഴ്സ് തമ്മിലൊരു കോമ്പറ്റീഷന് ഇൻക്രീസ് ചെയ്യുക, അതും ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡിഫക്റ്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡിഫക്ട്സ് നോക്കിയിട്ടുള്ളത്. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, ഇൻസൈഡർ ട്രേഡിങ്, അൺഒഫീഷ്യൽ ട്രാൻസാക്ഷൻസ്, ഹൈ വോളറ്റിലിറ്റി, പുവർ ലിക്വിഡിറ്റി, കോമ്പറ്റീഷൻ ഓഫ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും. ക്യാപിറ്റൽ മാർക്കറ്റിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡിഫക്ട്സ് ഓർ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.